Hello friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂൾ 2 പ്രീവിയസ് ഇയേഴ്സ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ്. മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് നീ സ്കെച്ച് ദ വർക്കിംഗ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസ് നോട്ട് ചെയ്യണം. അതിൽ ആൻറ്റിന ഉണ്ട്, അതിൻ്റെ ആർ സെക്ഷൻ, മിക്സർ ഓർ കൺവേർട്ടർ സെക്ഷൻ, പിന്നെ ഐ എഫ് സെക്ഷൻ, പിന്നെ ഓഡിയോ ഡിറ്റക്ടർ സെക്ഷൻ, ഓഡിയോ ആംപ്ലിഫയർ സെക്ഷൻ. ഇതൊക്കെ മെയിനായിട്ട് ഈ എല്ലാ ബോക്സിലുള്ള എല്ലാം നമുക്ക് നോട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഫുൾ മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ ആർ എഫ് സെക്ഷനിലുള്ളത് പ്രീ സെലക്ടർ ആൻഡ് ആർ എഫ് ആംപ്ലിഫയർ, മിക്സറിലുള്ളത് മിക്സറും ഉണ്ട്, ലോക്കൽ ഓസിലേറ്ററും ഉണ്ട്. ഐ എഫ് സെക്ഷനിൽ ബാൻഡ് പാസ് ഫിൽറ്ററും ഐ എഫ് ആംപ്ലിഫയറും, ഓഡിയോ എഡിറ്ററിൽ ഓഡിയോ എഡിറ്റർ തന്നെ, ഓഡിയോ ആംപ്ലിഫയറും സ്പീക്കറും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബ്ലോക്സ് ഉള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡിഫൈൻ ചെയ്ത് ചെയ്യണം. ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. ഹെറ്ററോഡൈൻ എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ടു ഫ്രീക്വൻസീസ് ടുഗദർ ഇൻ എ നോൺ ലീനിയർ ഡിവൈസ്. രണ്ട് ഫ്രീക്വൻസിനെ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹെറ്ററോഡൈൻ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്നതാണ് ഹെറ്ററോഡൈൻ റിസീവർ. അതിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർ എഫ് സെക്ഷൻ, മിക്സർ ഓർ കൺവേർട്ടർ സെക്ഷൻ, ഐ എഫ് സെക്ഷൻ, ഓഡിയോ ഡിറ്റക്ടർ സെക്ഷൻ, ഓഡിയോ ആംപ്ലിഫയർ സെക്ഷൻ. അതിൽ ആർ എഫ് സെക്ഷനിലുള്ളത് പ്രീ സെലക്ടറും ആംപ്ലിഫയർ സ്റ്റേജും ആണ്. പ്രീ സെലക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രോഡ് ട്യൂൺഡ് band pass filter with an adjustable center frequency that is tuned to a desired carrier frequency. And the main purpose of pre-filter is to provide enough initial band limiting to prevent specific unwanted radio frequencies called image frequency. RF amplifier determines the sensitivity of the receiver, and the advantages of including RF greater gain ആണ്, പിന്നെ improved image frequency relation, better signal to noise ratio, better selectivity. ഇതൊക്കെയാണ് ഒരു ആർ എഫ് സെക്ഷനിലുള്ളത്. ഇനിയുള്ളത് മിക്സറിന്റെ ഒരു കൺവേർട്ടർ സെക്ഷൻ ആണ്. അതിൽ ഹെറ്ററോഡൈൻ സ്പേസിൻ മിക്സർ സ്റ്റേജ് ആണ്. അതിൽ മിക്സറിൽ നമുക്ക് അറിയാം രണ്ട് സെക്ഷൻ ഉണ്ട്, ലോക്കൽ ഓസിലേറ്ററും മിക്സറും. മിക്സറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മിക്സർ മൾട്ടിപ്ലൈസ് ദ റിസീവ്ഡ് ആർ എഫ് വിത്ത് ഫ്രീക്വൻസി ജനറേറ്റഡ് ബൈ ദ ലോക്കൽ ഓസിലേറ്റർ. ദ മിക്സർ പെർഫോംസ് ഫ്രീക്വൻസി അപ്പ് കൺവേർഷൻ ആൻഡ് ഫ്രീക്വൻസി ഡൗൺ കൺവേർഷൻ. And the frequency generated by the local oscillator will be either FRF plus FIF or FRF minus FIF. Local oscillator and the pre-filter are gang tuned, that is, they are adjusted using the same knob, so that a single adjustment will change the center frequency of the pre-filter and at the same time change the local oscillator frequency. If a local oscillator frequency is tuned above RF frequency ആണെങ്കിൽ അത് നമ്മൾ ഹൈ സൈഡ് ഇൻജക്ഷൻ എന്ന് പറയും. അത് ബിലോ ആർ എഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ പറയും ലോ സൈഡ് ഇൻജക്ഷൻ. അത് ഹൈ സൈഡിലാണെങ്കിൽ എഫ് എൽ ഒ ഫ്രീക്വൻസി ഓഫ് ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എഫ് ആർ എഫ് പ്ലസ് എഫ് ഐ എഫ് ആയിരിക്കും. ഇപ്പോൾ ലോ സൈഡ് ആണെങ്കിൽ എഫ് ആർ എഫ് മൈനസ് എഫ് ഐ എഫ് ആയിരിക്കും. ഇതാണ് നമ്മൾ ലോക്കൽ ഓസിലേറ്റർ മിക്സറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ളത് ഐ എഫ് സെക്ഷൻ ആണ്. ഐ എഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫ്രീക്വൻസി ഓഫ് ദ ഐ എഫ് ഫിൽറ്റർ വിൽ ബി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് ഐ എഫ് എ എം ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് 455 കിലോ ഹെർട്സ് ആയിരിക്കും. The most of the receiver gain and selectivity is achieved in IF section. അടുത്ത ഡിറ്റക്ടർ സെക്ഷൻ ആണ്. The purpose of detector is to convert the IF to information signal. ഇതാണ് ബേസിക്കൽ ഫംഗ്ഷൻ. Detector is generally audio detector. In broadcast band receivers, the information signals are audio frequencies. അടുത്തത് ഓഡിയോ ആംപ്ലിഫയർ ആണ്. നമുക്കറിയാം എന്താണ് ആംപ്ലിഫയർ. ഇറ്റ് ഈസ് എ several cascade of audio amplifiers and one or more speakers. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എഴുതേണ്ടത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ മാർക്സ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഓപ്പറേഷൻ ഓഫ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. ഇതാണ് അതിന്റെ ഫിഗർ ആണത്. ഫിഗർ എല്ലാവരും നോട്ട് ചെയ്യാം. The circuit uses two slope detectors. They are connected back to back to the opposite ends of the center tap transformer and hence fed 180 degree out of phase. The top circuit is tuned above the IF by an amount del F, and the bottom circuit is tuned below the IF by the same amount del F. നമുക്ക് കാണാം FC plus del F എന്നുണ്ട്, FC minus del F എന്നുണ്ട്. Each tuned circuit is connected to a diode detector with a RC load. RC load വെച്ച് ഡയോഡിൽ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. The output is taken across the series combination of the two loads so that it is the sum of the individual output. Sum of the load ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട്. ഇനി അടുത്തത് നമുക്ക് ഓരോ കണ്ടീഷൻ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. When input frequency f is equal to fc ആവുമ്പോൾ the voltage across t dash, that is input to the diode D1, will have a value somewhat less than the maximum value, since
FC is less than the resonant frequency of T dash, a similar condition exists across T dash. So the detector output will be 0, since the output of D1 is positive and D2 is negative. അപ്പോൾ അത് 0 ആയി പോകും. When the input frequency is f is equal to fc plus lf ആണെങ്കിൽ T dash is tuned to this frequency, output of D1 will be large, output of D2 will be small because of the frequency fc but lf is long away from the fc minus lf. In this case, overall output will be positive and maximum. അതേപോലെ എഫ് ഇസ് ഇക്വൽ ടു എഫ് സി മൈനസ് എൽ എഫ് ആകുമ്പോൾ ടി ഡബിൾ ഡാഷ് ഈസ് ട്യൂൺ ടു ദി ഫ്രീക്വൻസി, ഡി ടുവിൻ്റെ ഔട്ട്പുട്ട് ലാർജ് ആവും. സോ ഔട്ട്പുട്ട് ഡി വൺ സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇൻ ദിസ് കേസ് ഓവറോൾ ഔട്ട്പുട്ട് വിൽ ബി നെഗറ്റീവ് ആൻഡ് മാക്സിമം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ ആദ്യത്തെ കണ്ടീഷൻ എഫ് സി പ്ലസ് ഡെൽ എഫിൻ്റെ ഓപ്പോസിറ്റ് ആണ് എഫ് സി മൈനസ് എൽ എഫ്. അടുത്തത് വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ എഫ് സി മൈനസ് എൽ എഫ് ആൻഡ് എഫ് സി ഡെൽ എഫ് ആണെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ഹാവ് സം ഇന്റർമീഡിയറ്റ് വാല്യൂ ഉണ്ടാവും. If it is falls outside the range fc minus lf and fc plus lf ആണെങ്കിൽ the output will fall because of the behavior of the tuned circuit response. ഇതാണ് ബാലൻസ് ലോഡ് ഡിറ്റക്ടറിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ ഉണ്ട്, ഒരു ഗ്രാഫ് ഉണ്ട്. ഇതാണ് അതിന്റെ ഗ്രാഫ് സ്ലോപ്പ് ഡിറ്റക്ടറിന്റെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോട്ട് ചെയ്യണം. അതിൽ എഫ് സി പ്ലസ് എൽ എഫ് ഉണ്ട്, എഫ് സി മൈനസ് എൽ എഫ് ഉണ്ട്, ഒരു ഷേപ്പിൽ പോകുന്നുണ്ട്, ഒരു ടിക് ഷേപ്പിൽ പോകുന്നുണ്ട്. എല്ലാം നോട്ട് ചെയ്യണം. അതിൻ്റെ സെൻട്രലിലുള്ള റേഞ്ചിനാണ് യൂസ്ഫുൾ റേഞ്ച്. ആ ഒരു ഗ്യാപ്പാണ് യൂസ്ഫുൾ റേഞ്ച്. അഡ്വാൻറ്റേജസ് ഓഫ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലസ്റ്റ് എഫ് എം ഡിറ്റക്ടർ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുവർ ലീനിയാരിറ്റി, ഡിഫിക്കൽട്ടി ഇൻ ട്യൂണിങ്, ലാക്ക് ഓഫ് പ്രൊവിഷൻസ് ഫോർ ലിമിറ്റിംഗ്. Slow detector produce an output voltage proportional to the amplitude as well as frequency variations in the input signal. Therefore, it must be preceded with a separate amplitude limiter stage. ഇത്രയാണ് ഒരു സ്ലോ ഡിറ്റക്ടറിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിക്കുന്ന എല്ലാം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദ ജനറേഷൻ ഓഫ് ആംസ്ട്രോങ് മെത്തേഡ് വിത്ത് സ്യൂട്ടബിൾ ബ്ലോക്ക് ഡയഗ്രം. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം കറക്റ്റായിട്ട് വരച്ചാൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഞാൻ തന്നെ നമുക്ക് പറയാം. ആദ്യം ഉള്ളത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റൽ കരിയർ ഓസിലേറ്റർ 200 കിലോ ഹെർട്സ്, അതിൽ നിന്ന് നേരെ ബഫർ ആംപ്ലിഫയറിൽ പോയി അവിടെ നിന്ന് കമ്പിനേറ്ററോട് പോയി അതിലൂടെ നമ്മൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റർ കൊടുത്ത് അതിൽ നിന്ന് ബാലൻസ് മോഡുലേറ്ററും കൊടുത്ത് ആ ബാലൻസ് മോഡുലേറ്ററിന് മുമ്പായിട്ട് നമ്മൾ ഇൻപുട്ടായിട്ട് മോഡുലേറ്റ് സിഗ്നൽ കൊടുത്ത് അതെല്ലാം കൊണ്ട് കമ്പൈൻ ചെയ്ത് കമ്പൈനറിൽ കൊടുക്കും. എന്നിട്ട് അത് ബാൻഡ് പാസ് ഫിൽറ്ററിൽ പോയി അവിടെ നിന്ന് X72 മൾട്ടിപ്ലയർ കൊടുത്ത് മിക്സർ ആൻഡ് ഡൗൺ കൺവേർട്ടർ കൊടുത്ത് ആ മിക്സർ ആൻഡ് ഡൗൺ കൺവേർട്ടർ ഇൻപുട്ടായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ കുറച്ച് കൂട്ടി ചെയ്ത് 13.15 MHz കൊടുത്ത് അതിൻ്റെ ബഫർ ആംപ്ലിഫയറും കൊടുത്ത് അതും ഇൻപുട്ട് കൊടുത്ത് അവസാനത്തെ സ്റ്റേജ് ആണ് ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൊടുത്ത് പിന്നെ X72 മൾട്ടിപ്ലയർ ചെയ്ത് പിന്നെ ബാൻഡ് പാസ് ഫിൽറ്ററിൽ കൊടുത്ത് പവർ ആംപ്ലിഫയർ ചെയ്ത് നേരെ ആന്റിനെ കൊടുക്കുന്നത്. ഇതാണ് ആംസ്ട്രോങ് മെത്തേഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിള് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാംസ് എല്ലാം കറക്റ്റായിട്ട് അറിയണം. നമ്മൾ പറഞ്ഞതാണ് ഇതിലുള്ളത്. പിന്നെ ഉള്ളത് ഫേസ് ഡയഗ്രാം ആണ്. നമ്മൾ ഇത് ഈ ഫിഗറിലുള്ള പോലെ തന്നെ നോട്ട് ചെയ്യണം. ആദ്യത്തെ ഫേസർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് ഫേസ് അഡീഷൻ ഓഫ് വി സി ആണ്. അതായത് വി എസ് ബി ആണ് ബി ഉള്ളത്. പിന്നെ വി എൽ എസ് ബി ആണ്. പിന്നെ സൈഡ് ബാൻഡ് ഫേസസ് ആണ് മറ്റേ ബിയും സിയും. പിന്നെ സി മുതൽ ഡി വരെ എഫ് വരെ ഉള്ളത് പ്രോഗ്രസീവ് ഫേസർ അഡീഷൻ ആണ്. ഇതെല്ലാം നമ്മൾ ചോദിച്ചു തന്നെ ഇത് മൊത്തം എഴുതണം. ഇതിൽ പാർട്ട് ഡി ഷോസ് ദ പീക്ക് ഫേസ് ഷിഫ്റ്റ് ആണ്. എല്ലാം ഒരു മാതിരി സെയിം ആണ്. അപ്പം എല്ലാവരും നോട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി എം ബൈ വി സി ആണ് എൻ്റെ ഇക്വേഷൻ. ഫോർ എ വെരി സ്മോൾ ആംഗിൾ ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു വി എം ബൈ വി സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എഫ് എം റിസീവർ. എഫ് എം റിസീവറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ നോട്ട് ചെയ്യാൻ പോകുന്നത്. The process of extracting a modulated signal from a frequency modulated carrier is known as demodulation or detection. Electronic circuits that perform this demodulation process is called definite detectors. So ഇതാണ് definite detector എന്ന് പറഞ്ഞാൽ. അതിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. അവിടെ demodulation പ്രോസസ്സ് അത് എഫ് എം ഇൻപുട്ട് സിഗ്നൽ നമ്മൾ നേരെ ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ കൊടുക്കും. അവിടെ നിന്ന് എ എം സിഗ്നൽ കിട്ടും. അത് നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടറിൽ കൊടുക്കും. പിന്നെ അവസാനം നമുക്ക് എ എഫ് സിഗ്നൽ കിട്ടും. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എഫ് എം ടു എ എം കൺവേർഷൻ യൂസിങ് ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ. It converts the frequency modulated signal into corresponding AM signal by using
frequency dependent circuits. Frequency dependent circuits are electronic circuits whose output voltage depends on input frequency. Step 2 എന്ന് പറഞ്ഞാൽ AM detection using envelope detector ആണ്. The original modulated signal is recovered from this AM signal by using linear diode envelope detector. ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രം ഓഫ് FM receiver. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ explain the working of Foster sealed discriminator with circuit diagram and relevant vector diagrams. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. കാരണം അതിൻ്റെ ഫിഗർ ഇതാണ്. ഫിഗർ എല്ലാം കറക്റ്റായിട്ട് വരച്ചാൽ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലും കപ്പാസിറ്ററോ ഡയോഡോ ഇൻഡക്ടറോ എല്ലാം റീഅറേഞ്ച് അല്ലെങ്കിൽ മാറിപ്പോയി തന്നെ ഫുള്ളായിട്ടുള്ള മാർക്സ് കിട്ടില്ല, ഫുള്ളും കട്ടായി പോകും. Foster sealed discriminator is a tuned circuit frequency discriminator whose operation is similar to that of balanced slope detector. The capacitor values of CC, C1, C2 are chosen such that they are short circuit for the IF center frequency. The incoming IF is inverted 180 degree by transformer T1 and divided equally between LA and LB. Unlike the balanced slope detector, the primary and secondary of the transformer are tuned to the same frequency, says that IF center frequency, that is the resonant frequency of the trans circuit in the primary and the secondary. The voltage induced in the secondary of the transformer will be divided equally due to the center tapping. Center tapping കാരണം അതിന്റെ voltage equal ആയിരിക്കും. Therefore, two input VLA and will be equal in magnitude, but opposite in polarity. ഇത് ആദ്യത്തെ voltage across the inductor L3 will be equal to Vn ആണ്, because it connected to the primary of the transformer using coupling CC ആണ്, capacitance ആണ്. when input frequency equals resonant frequency ആകുമ്പോൾ, അതായത് FN is equal to FO ആകുമ്പോഴുള്ള ഫേസ് ഡയഗ്രം ആണ് വരച്ചേക്കുന്നത്. ഇതെല്ലാവരും നോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ the voltage across the diode D1 is the beta sum of VLA and VL3. Then voltage across the diode D2 is the beta sum of VLB and VL3. നമുക്കറിയാം VL3 is equal to Vn ആണ്. So the vector diagram shows that voltage across D1 and D2 are equal. Therefore, the voltage Vout is equal to Vc1 minus Vc2 is equal to 0 volt ആവും. അതുപോലെ when input frequency is greater than resonant, അതായത് Fin greater than F ആണെങ്കിൽ കുറച്ച് ആ സെയിം ഇത് തന്നെ അതിലൊരു ചെറിയ റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് വരും. ഈ ഒരു ഫിഗറും കൂടി നിങ്ങൾ നോട്ട് ചെയ്യാം. ഇതിൽ C1 ചാർജ് ചെയ്യും, C2 ഡിസ്ചാർജ് ചെയ്യും, Vout പോസിറ്റീവ് ആവും. Fin greater than F0 ആകുമ്പോൾ C1 ചാർജ് ആവും, C2 ഡിസ്ചാർജ് ആവും, Vout പോസിറ്റീവ് ആവും. ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അടുത്തതും when Fin ലെസ് ദാൻ F0 ആകുമ്പോൾ C1 ഡിസ്ചാർജ് ആവും, C2 ചാർജ് ആവും, Vout നെഗറ്റീവ് ആവും. So the Foster relay is tuned to resonant frequency by tuning the capacitor C0. ഇതെല്ലാം കൂടി ചേർന്നുള്ള 3 ഫേസ് ഡയഗ്രംസ് ആണ്. ഇത് ഫ്രീക്വൻസി വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കർവ് ആണ്. ഇത് ബാലൻസ് ലോഡ് ഡിറ്റക്ടറിൽ നമ്മൾ നോക്കിയ ആ സെയിം തന്നെയാണ്, പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സും ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നോട്ട് ചെയ്യാം. അടുത്തത് അഡ്വാൻറ്റേജസ് ആണ്. The frequency versus output voltage curve is more linear than that of slow detector. Primary and secondary windings both are tuned to the same center frequency of the incoming signal ആണ്. Main disadvantage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Foster series discriminator responds to amplitude as well as frequency variations. Therefore, it must be preceded by amplitude limiter circuits. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇത്രേ ഉള്ളൂ Foster series discriminator. അടുത്ത ക്വസ്റ്റ്യൻ, what are the factors considered in selecting intermediate frequency? Intermediate frequency select ചെയ്യാനുള്ള factors. At very high frequency, active devices like transistors cannot deliver much amplification. So അത് കാരണം നമുക്ക് intermediate frequency ഉപയോഗിക്കാൻ പറ്റും. When multiple RF amplifiers shares are cascaded, they become unstable. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നമ്മൾ intermediate IF ഉപയോഗിക്കും. So low frequency amplifiers generally have higher gain, so fewer amplifier stages are required. അടുത്തത്, when several stages of filters are used, they can all be set to a fixed frequency, which makes them easier to build and tune. അതും ഒരു പോയിന്റ് ആണ്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 2 ലുള്ളത്. I hope everyone understand about the topic. Thank you.